കഴിഞ്ഞ ദിവസമേ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ, റാഗി ദോശ ഉണ്ടാക്കുന്നതിൻ്റെ. അപ്പോൾ അത് അത്യാവശ്യം നല്ല വ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ 1.2 മില്യൺ ആയിട്ടുണ്ട്, ഇൻസ്റ്റയിൽ 863Kയും ഫേസ്ബുക്കിൽ 693Kയും. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അത്രയും വ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ഒരുപാട് നല്ല കമൻസൊക്കെ അതിനകത്ത് ഞാൻ കണ്ടു. അപ്പോൾ റാഗി ദോശ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പലർക്കും അത് ഉപകാരപ്പെട്ടു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. ഇന്ന് നമ്മൾ റാഗിപ്പൊടി കൊണ്ടുള്ള പാലപ്പമാണ് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ പാലപ്പത്തിന് തലേ രാത്രിയിൽ മാവ് റെഡിയാക്കി വെക്കുമല്ലോ. ഇത് ഞാൻ രാവിലെ തന്നെ റെഡിയാക്കി വെച്ചെടുക്കുമായിരുന്നു. അപ്പോൾ ഒരു ബൗള് റാഗിപ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നു. ആ ബൗളിനകത്ത് അര ഭാഗം ചോറും അത്രയും തന്നെ തേങ്ങയും 1/2 സ്പൂൺ ഈസ്റ്റും 1 സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ഇതെല്ലാം കൂടി ഒന്നിച്ച് മിക്സിയുടെ ജാറിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് പാലപ്പത്തിൻ്റെ മാവിൻ്റെ പരുവത്തിൽ റെഡിയാക്കി എടുത്ത് വെക്കണം. ഞാനൊരു 1 മണിക്കൂറോളം അങ്ങനെ തന്നെ വെച്ചിരുന്നിട്ടാണ് അപ്പം ഉണ്ടാക്കാൻ എടുത്തത് കേട്ടോ. അതിൻ്റെ കൂടെ കറിയായിട്ട് ഒരു ഇമ്മിണി ചിക്കൻ ഇരുന്നത് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് തേങ്ങാപ്പാലും ഒക്കെ ഒഴിച്ച് കറിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മാവ് റെഡിയാക്കുന്ന സമയത്ത് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയൊക്കെ അതിനനുസരിച്ച് അങ്ങോട്ട് ചേർത്താൽ മതി. ഇവിടെ മധുരം വേണ്ട, കറി മതി അതിൻ്റെ കൂടെ. അതുകൊണ്ട് ഞാൻ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുള്ളൂ കേട്ടോ. പാലപ്പത്തിൻ്റെ കളർ വ്യത്യാസം കണ്ട് മോനുകുട്ടൻ ആദ്യം ഒന്ന് അന്താളിച്ച് നോക്കി. പിന്നെ മനസ്സിലായി അരിപ്പൊടി കൊണ്ടുള്ള പാലപ്പത്തിനെക്കാട്ടിലും കുറച്ചുകൂടെ ഹെൽത്തി ആയതുകൊണ്ട് ഇടയ്ക്ക് ഇവിടെ ഉണ്ടാക്കാറുണ്ട് ഇതേ. അപ്പോൾ റാഗി പാലപ്പം ഉണ്ടാക്കിയിട്ടുള്ളവർ ഈ റെസിപ്പി ആണോ ചെയ്തതെന്ന് പറയണേ. വേറെ റെസിപ്പികളുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം. അല്ലാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.